ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ അദബുൽ മുഫ്രദിൽ ഈ ചരിത്രം കൊണ്ടുവരുന്നുണ്ട്. കുറച്ച് പണ്ഡിതന്മാർ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് കഴുതയുടെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ കഴുതനെ കാണുന്നില്ല. അന്വേഷിച്ചപ്പോൾ ഒരു ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് കഴുതയുടെ തല പുറത്തേക്ക് വരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് താഴേക്ക് തന്നെ പോകുന്നു. വിഷയം അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത്, ഈ ചെറിയ വീട്ടിൽ ഒരു പെണ്ണുങ്ങൾ താമസിക്കേണ്ട വൃദ്ധയായ പെണ്ണുങ്ങൾ, നല്ല പ്രായമുണ്ട്. ആ പെണ്ണുങ്ങളോട് ചോദിച്ചാൽ എന്താ സംഭവം? അതെൻ്റെ മോനായിരുന്നു. ഞാൻ എന്ത് ഉപദേശിക്കുമ്പോഴും അവൻ പറയും, ഒന്ന് നിങ്ങളെ കഴുതപ്പാട്ടൊന്ന് നിർത്തോ. വരുമ്പോൾ തന്നെ കോളേജിൽ നിന്ന് വരുമ്പോൾ തന്നെ തുടങ്ങും, നിസ്കരിച്ചാ എഴുതാൻ നിസ്കരിച്ചത്, നീ ആരെപ്പരെ പോയത്, നീ ഇന്ന് ലുഹർ നിസ്കരിച്ച, ഒന്ന് അനങ്ങാണ്ടിക്കോ. ബാക്കിയുള്ള വീട്ടിലെല്ലാം കുട്ടികൾക്ക് എന്തൊരു സ്വാതന്ത്ര്യം ഉണ്ട്, ഇവിടെ ഫുള്ള് ജയിലാന്നല്ല എന്നതാണല്ലോ പുതിയ കുട്ടികളുടെ ഡയലോഗ്. ഉപദേശിക്കുന്നത് ഇഷ്ടമല്ല ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ. മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. എനിക്ക് ആരാണ് പെണ്ണ് വേണ്ടതെന്ന് ഞാൻ നോക്കിക്കോളാം. ദയവ് ചെയ്തിട്ട് ഉപ്പൊന്നും മിണ്ടാണ്ടിരുന്നാൽ മതി. നീ കാമുകൻ്റെ കൂടെ ഒളിച്ചോടി പോവുകയാണോ? അപ്പോൾ ഉപ്പയും ഉമ്മയോ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്, എൻ്റെ ഇണയെ തിരഞ്ഞെടുക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ല ഉസ്താദേ. അപ്പോൾ ഉപ്പയും ഉമ്മയും അവരൊന്നും എനിക്ക് വേണ്ട. ഇടമോളെ കുറച്ച് നേരത്തെ നീ അത് പറഞ്ഞിരുന്നെങ്കിൽ. എപ്പോൾ ഉസ്താദേ? കുറച്ച് നേരത്തെ. അതെപ്പോഴാണ്? ജസ്റ്റ് ബിഫോർ 80 years. എന്ന് പറഞ്ഞാൽ 18 കൊല്ലം മുമ്പ് നിന്നെ പ്രസവിച്ച ഉടനെ നീ ബെഡ്മേൽ വീണു. അന്നേരത്ത് നീ മൈ ലൈഫ് ഈസ് മൈ ചോയ്സ്. ഉമ്മ പ്രസവിച്ചില്ലേ, ഇനി എന്നെ ഉമ്മ നോക്കണ്ട. അന്നേ പറയലല്ലേ ഇത് ഇപ്പോഴത്തെ ഡയലോഗ്. എന്താ അന്ന് പറയാതിരുന്നത്? ഇന്ന് നീ അമ്മിനിപ്പാലും കുടിച്ച് പല്ല് വളർന്ന് നാവ് നീണ്ടു, കയ്യും കാലൊക്കെ വലുതായി, ഇൻസ്റ്റയും റീൽസും സ്നാപ്പ് ചാറ്റിങ്ങും ഒറ്റക്ക് പറയാനും ഉപയോഗിക്കാനും പഠിച്ചു കഴിഞ്ഞ് ഇനി ഉപ്പാനും മോനും ആവശ്യമില്ലല്ലേ? ഇങ്ങനത്തെ ഒരു ഡയലോഗ് പഴയ കാലത്തുണ്ടായിരുന്നു. ഒന്ന് കഴുതപ്പാട്ട് നിർത്തോ. എനിക്കത് നല്ല വിഷമമായി. ഈ വയസ്സായ ഉമ്മ പറയാം. ഞാൻ പറഞ്ഞു, നീയാണ് കഴുത. എൻ്റെ മോന് മരണപ്പെട്ടു. എല്ലാ വൈകുന്നേരവും ഖബറിൻ്റെ ഉള്ളിൽ നിന്ന് കഴുതൻ്റെ മുഖമായിട്ട് കഴുതൻ്റെ സൗണ്ട് പുറപ്പെടുവിച്ചിട്ട് താഴേക്ക് തന്നെ പോക്കാണ് പരിപാടി. ഏത് തെറ്റും അള്ള ഒരുവിധം പുറത്തുതരും, അള്ള ക്ഷമിക്കും. എന്ന് പറഞ്ഞാൽ ശിക്ഷ ആഖിറത്തിലേക്ക് വെക്കും. ഉപ്പാനും ഉമ്മാനും തൊട്ട് കളിച്ചാൽ ദുനിയാവ് തന്നെ കിട്ടും. ഹാക്കിം ഇമാമിൻ്റെ മുസ്തദറക്കിൽ ഉദ്ധരിക്കുന്നതാണ്.